ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ വീണ്ടും പുതിയ 10-year ഹൈയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹോങ്കോങ് മാർക്കറ്റ് പുതിയ 52-week ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിലെ ഡൗ ജോൺസ് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് തരുന്നത്. അതോടൊപ്പം തന്നെ S&P 500, നാസ്ഡാക്ക്, റസൽ 2000 ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം ബാങ്കിങ് സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈയിലാണ് വെള്ളിയാഴ്ച അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഫെഡ് ചെയർമാൻ്റെ ജാക്സൺ ഹോൾ സ്റ്റേറ്റ്മെൻറ്റാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം അമേരിക്കൻ മാർക്കറ്റിലുണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബറിൽ ഒരു പക്ഷേ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തേക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടത്. യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ 10-year ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഹോങ്കോങ് മാർക്കറ്റ് വെള്ളിയാഴ്ച 52-week ഹൈന് അടുത്താണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് നമ്മൾ ബെറ്റർ ആയിരുന്നു. അതേസമയം വെള്ളിയാഴ്ച നല്ല പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയൽ മെറ്റൽസും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കാണ്. $3,364 പെർ ഔൺസിനാണ് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി വീക്കായിട്ട് തന്നെയാണ് സിൽവറും ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കോപ്പർ, അലുമിനിയം, സിങ്ക്, അയൺ ഓർ ഈ കമോഡിറ്റികളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എമർജിങ് മാർക്കറ്റുകളിലേക്ക് വീണ്ടും ഫണ്ട് ഇൻഫ്ലോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എമർജിങ് മാർക്കറ്റ് എക്കണോമിയിൽ ഗ്രോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്ന മെറ്റൽ സ്റ്റോക്കുകൾക്കാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഏഷ്യയിലത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ചിപ്പ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മെറ്റൽ സ്റ്റോക്കുകളും അയൺ ഓറൊക്കെ ബെറ്റർ ആയിട്ടാണ് ഏഷ്യയിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ ക്രൂഷ്യലാണ്. Q1 GDP വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 27 ട്രംപിൻ്റെ ഡെഡ് ലൈൻ. അഡീഷണൽ 25% താരിഫ് നമ്മുടെ US ഇന്ത്യൻ ഇമ്പോർട്ടിന്മേൽ ആഡ് ചെയ്യാനായിട്ട് അദ്ദേഹം എന്താണ് ഫർദർ പറയാൻ പോകുന്നുള്ള കാര്യമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഓഗസ്റ്റ് 27 നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഹോളിഡേ ആണ്. അന്ന് വൈകുന്നേരമാണ് ട്രംപിൻ്റെ ഡിസിഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഡിസിഷൻ അനുസരിച്ചുള്ളൊരു വൊളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ഉക്രൈൻ ഇഷ്യൂ അടുത്തൊന്നും സോൾവ് ആവുന്നുള്ളൊരു വിശ്വാസമില്ല. ഉക്രൈൻ കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യയുടെ ഒരു ആണവ പ്ലാനിന് നേരെ ആക്രമണമൊക്കെ നടത്തി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫർദർ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ കണ്ടേക്കാം. നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ ക്രൂഷ്യൽ തന്നെയാണ്. അടുത്ത ആഴ്ചയാണ് GST കൗൺസിലിൻ്റെ മീറ്റിംഗ്. 3-4 തീയതികളിൽ പുതിയ സ്ലാബുകൾ അനൗൺസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പലതരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ നടത്താനുള്ള പ്ലാനുകളുണ്ട്. എക്സ്പോർട്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് ഗവൺമെൻറ് നടത്തുന്നതാണ് പറയുന്നത്. 25,000 കോടി രൂപ വർത്ത് ഹെൽപ്പാണ് എക്സ്പോർട്ടേഴ്സിന് കൊടുക്കാൻ പോകുന്നത് അടുത്ത 6 വർഷത്തേക്ക് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അമേരിക്ക ഇന്ത്യൻ ഇമ്പോർട്ടിന്മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണിത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ന് മഹീന്ദ്ര അവർ പുതിയൊരു പ്രൊഡക്റ്റ് അനൗൺസ് ചെയ്തിരുന്നു. BE6 ബാറ്റ്മാൻ 135 സെക്കൻഡുകൾ കൊണ്ടാണ് 999 യൂണിറ്റുകൾ സെല്ല് ചെയ്ത് പോയിട്ടുള്ളത്. SUV രംഗത്ത് ഗ്ലോബലി ഏറ്റവും വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് M&M. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് M&Mനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ റിസർച്ച് ഹൗസസ് ഒക്കെ പറയുന്നത് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ SUV മാർക്കറ്റ് ഷെയർ 100% ഗ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോഴത്തെ സൈസ് $18.13 ബില്യൺ ആണ്. 2024 കലണ്ടർ ഇയർ എൻഡ് ചെയ്യുമ്പോൾ അത് $34 ബില്യൺ ഉയരുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും M&Mനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നാളെ ഫസ്റ്റ് ഗ്ലോബൽ EV
മാരുതിയിൽ നിന്നുള്ള ഫസ്റ്റ് ഗ്ലോബൽ EV ഗുജറാത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്യും. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ സുസുക്കി, ഡെൻസോ, തോഷിബ ജോയിൻറ്റ് വെഞ്ചറിലൊരു ലിഥിയം അയോൺ ബാറ്ററിയും നാളെ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. മാരുതിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ NTPC ന്യൂക്ലിയർ പവർ സെഗ്മെൻറ്റിലേക്കും കൂടി കിടക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ് NTPCനെ സംബന്ധിച്ച്. മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഫോസൂക്കോ ഇന്ത്യ മറ്റൊരു ഓർഗനൈറ്റ് ക്രൂസിബിൾ എന്ന് പറയുന്ന കമ്പനി ആയിട്ടുള്ള മെർജർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. റെയിൽടെൽ 13.2 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം ജോൺസൺ കൺട്രോൾ ഹിറ്റാച്ചിയുടെ പേര് മാറുകയാണ്. ബോഷ് ഹോം കംഫർട്ട് ഇന്ത്യ ലിമിറ്റഡ് എന്നായിട്ടാണ് പുതിയ പേര് വരുന്നത്. ഇന്റർആർക്ക് ബിൽഡിംഗ് പ്രൊഡക്റ്റ് 90 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇമാജിക്ക വേൾഡ് എൻ്റർടൈൻമെൻറ്റ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. മാൽപാനി റിസോർട്ട് അഹമ്മദാബാദിലത്തെ റിസോർട്ട് അക്വയർ ചെയ്യാണ്. തീർച്ചയായിട്ടും ഇമാജിക്കാനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ 8 SME IPOസും അതുപോലെ തന്നെ 2 മെയിൻ ബോർഡ് IPOസും ഉണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPOs NSE SME സെഗ്മെൻറ്റിൽ നിന്നുള്ള സത്വ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ആണ്. അപ്പർ പ്രൈസ് ബാൻഡ് 75 രൂപയാണ് വരുന്നത്. 3200 മിനിമം ലോട്ട്. ഒരു ലോട്ട് 1600 2 ലോട്ട് അപ്ലൈ ചെയ്യണം. അതോടൊപ്പം തന്നെ കറണ്ട് ഇൻഫ്രാ പ്രൊജക്റ്റ് ഉണ്ട്. അതും NSEയിൽ തന്നെയാണ്. 1600 തന്നെയാണ് ലോട്ട് വരുന്നത്. അപ്പർ പ്രൈസ് ബാൻഡ് 80 2 ലോട്ട് അപ്ലൈ ചെയ്യണം. ഇതും നല്ലൊരു SME IPO ആണ്. അപ്പോൾ റിസ്ക് എടുത്ത് SME IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPO ആണ്. അതോടൊപ്പം തന്നെ വിക്രാൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് മെയിൻ ബോർഡിലത്തെ IPO ആണ്. ഈ IPOൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത് 97 രൂപയാണ്. എല്ലാ IPOസും ഇന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓഗസ്റ്റ് 29 അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൻ ബോർഡ് IPOയും 2 SME IPOസും IPOയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ക്ലാസിക് ഇലക്ട്രോഡ്സ് ലിമിറ്റഡ് 1.99 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അതോടൊപ്പം തന്നെ അനോന്തിത ഹെൽത്ത് കെയർ 3.44 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. 2 IPOസും 28-ാം തീയതിയാണ് അവസാനിക്കുന്നത്. NSE SME സെഗ്മെൻറ്റിലുള്ള SME IPOs ആണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വലിയ രീതിയിലുള്ള റാലി ഒന്നും തന്നെ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് US പ്രസിഡന്റ് ട്രംപ് അഡീഷണൽ താരിഫ് വിഡ്രോ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടേക്കാം. നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് നോക്കുമ്പോൾ ഈ ആഴ്ചയിലുള്ള മേജർ ഇവൻ്റ് Q1 GDP ഡാറ്റ അനൗൺസ്മെൻറ്റ്, അതുപോലെ തന്നെ ട്രംപിൻ്റെ താരിഫ് റിലേറ്റഡ് അനൗൺസ്മെൻറ്റുമാണ്. Q1 GDP എക്സ്പെക്റ്റ് ചെയ്യുന്ന 6.3%-നും 7%-നും ഇടയിലാണ്. ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കാം. എന്നിരുന്നാലും ഓവറോൾ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മൾ GDP അനൗൺസ്മെൻറ്റിന് ശേഷം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ അതുപോലെ തന്നെ GDP ഡാറ്റ വരുന്നതായിരിക്കും ഈ ആഴ്ചയിലത്തെ മേജർ ഇവൻറ്റുകൾ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ IPOസിൽ അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് IPOസും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.